പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ഫണ്ട് വിനിയോഗത്തിൽ അലംഭാവവുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ. ക്ഷേമപ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് വിനിയോഗത്തിൽ ഏറ്റവും പിന്നിലാണ് CPM ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ. 2024-25 സാമ്പത്തിക വർഷം ചെലവഴിച്ചത് അനുവദിച്ച തുകയുടെ 63.23% മാത്രം. ജനം എക്സ്ക്ലൂസീവ്. പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജനങ്ങളുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച തുക ചെലവഴിക്കുന്നതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകുന്നത് വലിയ വീഴ്ചകളെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിൽ പട്ടികജാതി വിഭാഗങ്ങൾക്കായുള്ള സ്പെഷ്യൽ കമ്പോണന്റ് പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ ഏറ്റവും പിന്നിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. 2024-25 സാമ്പത്തിക വർഷം ആകെ അനുവദിച്ച പദ്ധതി വിഹിതത്തിന്റെ 63.23% മാത്രമാണ് കോർപ്പറേഷൻ ചെലവഴിച്ചത്. പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി ചെലവഴിക്കേണ്ട 37% തുകയും തിരുവനന്തപുരം കോർപ്പറേഷൻ അധികൃതർ പാഴാക്കിയെന്ന് സാരം. വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജൂൺ മാസ യോഗ അജണ്ടയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വീഴ്ചകൾ വ്യക്തമാക്കുന്ന വിവരങ്ങളുള്ളത്. 2021 കാലത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പട്ടികജാതി ഫണ്ടിൽ വ്യാപക തട്ടിപ്പ് നടന്നിരുന്നു. ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിലെ വീഴ്ചകളും പുറത്തുവരുന്നത്. ഏറ്റവും കൂടുതൽ പട്ടികജാതി ഫണ്ട് വെട്ടിപ്പ് നടത്തിയിട്ടുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കിട്ടേണ്ട പണം ജനറൽ കാറ്റഗറിയുള്ളവരുടെ അക്കൗണ്ടിലേക്ക് വഴിമാറ്റി ചെലവഴിച്ചതിൻ്റെ 2 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. DYFയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അച്ഛൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്കാണ് പട്ടികജാതി വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട പണം ചെന്നിട്ടുള്ളത്. അങ്ങനെയുള്ള പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടന്നിട്ടുള്ള കോർപ്പറേഷൻ ഈ കോർപ്പറേഷൻ. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളും അട്ടിമറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത, പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അത് കേന്ദ്ര ഗവൺമെൻറ് വിഹിതം ഉൾപ്പെടെ ഏറ്റവും കുറവ് ചെലവഴിച്ചിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് തുക ചെലവഴിച്ചത് കൊല്ലം കോർപ്പറേഷൻ 67.87% മാത്രം. കോഴിക്കോട് 73.23%, കണ്ണൂർ 78.75%, തൃശൂർ 86.56%, കൊച്ചി 86.78% എന്നിങ്ങനെയാണ് മറ്റ് കോർപ്പറേഷനിലെ കണക്കുകൾ. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.